ഹായ് ഫ്രണ്ട്സ്, ഒരു ടാറ്റ പ്രൈമയുടെ ക്ലസ്റ്റർ മീറ്റർ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് RPM മീറ്ററാണ്. RPM മീറ്ററിൽ ആക്സിലേറ്റർ കാല് കൊടുക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫുൾ ഇലക്ട്രോണിക് ആക്സിലേറ്റർ പെഡലാണ്. അതിനകത്ത് ആക്സിലേറ്റർ കാലിൽ കൊടുക്കുന്നതനുസരിച്ച് RPM ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ഫ്യൂൽ എക്കണോമിക് സ്റ്റേജ് എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ യെല്ലോ, ഗ്രീൻ, ഓറഞ്ച് എന്നൊരു രീതിയിൽ RPM വർക്ക് ചെയ്യുന്നു. ഇപ്പം 1/100 RPM ആണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ആ രീതിക്ക് അനുസരിച്ച് 0 മുതൽ 10 വരെ ഏകദേശം 20 ഡിവിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 800 RPM-നാണ് ഇപ്പം എൻജിൻ സ്ലോ റണ്ണിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഫ്യൂൽ ഗേജിൽ ഇലക്ട്രോണിക് ടൈപ്പാണ്. അത് ഫ്യൂൽ ഗേജ് ഇപ്പോൾ ഹാഫ് ടാങ്കിന് മുകളിൽ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഗേജ്, എൻജിൻ്റെ കൂളിംഗ് ടെമ്പറേച്ചർ, എൻജിയുടെ താപനില അറിയുന്നതിനുള്ള ഒരു ഡിജിറ്റൽ ഉപകരണം. ഇതും ഇലക്ട്രോണിക് ആണ്. ഇത് കൂടാതെ 2 എയർ ഗേജ് ടാങ്കുകളാണ്. എയർ പ്രഷർ ഗേജ്, വാഹനത്തിനുള്ളിലെ എയർ പ്രഷറിൻ്റെ റീഡിങ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 6+3 9 പോയിൻ്റിനടുത്ത് ഇപ്പോൾ എയർ പ്രഷർ ടാങ്കിൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നു. അത് 6 kg/cm² താഴെ വരികയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ലോ പ്രഷർ ഗേജിൻ്റെ സിഗ്നൽ ഇപ്പം നമ്മൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൽ ലോ പ്രഷർ ലൈറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്തരം ലൈറ്റ് ലോ പ്രഷർ ഗേജിൻ്റെ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിനുള്ളിലെ സിസ്റ്റത്തിലെ എയർ പ്രഷറിൻ്റെ അളവ് 6 kg താഴെയാണ്. അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് റേസ് ചെയ്ത് ഇതിനുള്ളിലെ എയർ പ്രഷർ ഇൻക്രീസ് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം മുൻപോട്ടെടുക്കാനായിട്ട് പാടുള്ളൂ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല ഡ്രൈവർമാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ വാഹനം ആവശ്യമായിട്ടുള്ള എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യാതെ വാഹനം ഗിയറിലിട്ടെടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് സിസ്റ്റം, ക്ലച്ച് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഫോൾട്ട്, ഡാമേജ് സംഭവിക്കുന്നു. അപ്പം 6 kg മുകളിൽ പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ലോ പ്രഷർ വാണിംഗ് ഇൻഡിക്കേറ്റർ ഗ്ലോ ചെയ്യുന്നത് കട്ട് ഓഫ് ആകുകയും തുടർന്ന് എത്രയാണോ നമ്മുടെ വാഹനത്തിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത്രയാകുമ്പോൾ സിസ്റ്റത്തിൽ നിന്നും ക്വിക്ക് റിലീസ് വാൽവ് വഴി അധികമുള്ള എയർ വെളിയിലേക്ക് പോവുകയും ആ സിസ്റ്റം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. പിന്നുള്ളത് വാഹനത്തിൻ്റെ കിലോമീറ്ററാണ്. ടോട്ടൽ കിലോമീറ്റർ, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളത് ഈ കിലോമീറ്റർ ഗേജിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നുള്ളത് കിലോമീറ്റർ പെർ അവർ. ഒരു അവറിൽ എത്ര കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഈ വാഹനം പോകുന്നത് എന്ന് കാണുന്ന ഒരു ഗേജാണ്.
അടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഒന്ന് ഗ്ലോ ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടാതെ തന്നെ ഈ ക്ലസ്റ്റർ മീറ്ററിൽ ഒരു റാബിറ്റിൻ്റെ വാണിംഗ് ഇൻഡിക്കേറ്ററും ഓണായി കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതൊരു സിസ്റ്റം ഇതിനകത്ത് മാൽ ഫങ്ഷനായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഗ്ലോ ചെയ്ത് കിടക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് റാബിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അത് നമ്മൾ ഈ ഹൈ ലോ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഒരു ഫങ്ഷനും നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പറയുന്നത് എന്തോ ഒരു കംപ്ലൈൻസ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വന്ന് കിടപ്പുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു ഫോർ ദി വാച്ചിങ് മൈ ചാനൽ.